ഏറെക്കുറെ എന്താണ് ഈ ഓരോ ശാസ്ത്രങ്ങളും ഉദ്ദേശിക്കുന്നത് എന്താണ് പൊതുവെ? ഈ വാസുദേവ മനനം എഴുതിയത് വാസുദേവ യതീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു സ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്നും ദീക്ഷ വാങ്ങി ഗുരുവ് പണിവിട ചെയ്ത് അവിടെ തന്നെ കഴിഞ്ഞ് ജ്ഞാനം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഒരു ഗ്രന്ഥം എഴുതണമെന്ന് തോന്നി. എങ്ങനെയാണ് എഴുതിയത്? വാസുദേവ യോഗീന്ദ്രൻ എന്ന് പറഞ്ഞൊരു സ്വാമിയാണ്. എന്തിനായിരിക്കും എഴുതിയത്? അദ്ദേഹം മനസ്സിലാക്കിയ രൂപത്തിൽ അദ്ദേഹം പലതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ അതിന് കൊടുക്കുന്ന അർത്ഥം വേറെ എന്തൊക്കെയായിരിക്കും. അങ്ങനെ ഒരു ഡീവിയേഷൻ വരണമെന്ന് കരുതി ഇവരെല്ലാം അതിനെ ഒന്നുകൂടെ ഒന്ന് വ്യാഖ്യാനിച്ചതാണിത്. അല്ലാതെ ഗ്രന്ഥം മാറ്റമൊന്നുമില്ല, എല്ലാം ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. പല ആളുകളും പല രൂപത്തിലും പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരേ കാര്യത്തെയാണ് നമ്മൾ പറയണത്. കൈവല്യം തന്നെ, വാസുദേവ മനോ അതിന് എല്ലാം അത് തന്നെ. പറയാൻ ഒരൊറ്റ കാര്യമുള്ളൂ, എന്താണ്? ജ്ഞാനമടഞ്ഞ് മുക്തി അടയാനുള്ള വഴി അത് പറഞ്ഞിരിക്കുക. ജ്ഞാനമടയേണ്ടത് എന്തുകൊണ്ടാണ്? ജ്ഞാനമടയേണ്ടത് അജ്ഞാനം ഇരിക്കുന്നതുകൊണ്ടാണ്. അജ്ഞാനം ഇരിക്കുന്നതുകൊണ്ട് ജ്ഞാനമടയണം. ഈ ജ്ഞാനമടയുക എന്ന് പറഞ്ഞ അർത്ഥം ഈ അജ്ഞാനത്തെ മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നാം എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കുകയാണ്. അതിനൊരു മാറ്റവും വരുന്നില്ല. ഒന്നിനാലും മാറ്റം വരുത്താൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ആ ഒരു പൊരുളിനെ നമുക്കിപ്പോൾ എന്തോ ഒരു അജ്ഞത കൊണ്ട് അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞ ഗ്രഹിക്കാനുള്ള സാമർഥ്യം കുറഞ്ഞ എന്തുകൊണ്ടാണെന്ന് അവർ പറയുന്നു. എന്താണ്? മനസ്സ് ശുദ്ധമല്ല. മനസ്സ് എപ്പോഴും പല പല കാര്യങ്ങളിൽ ഭ്രമിച്ചുകൊണ്ട് മനോവൃത്തികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു കണത്തിൽ പല ഉലകായി ഉദിക്കുമെൻ്റെ നെഞ്ചേ. ഒരു കണമെന്ന് വെച്ചാൽ കണ്ണടച്ച് തുറക്കുന്നതിൻ്റെ പകുതിയാണ് ഒരു കണം. ഇങ്ങനെ അടയ്ക്കുന്ന ഒരു തുറന്നില്ല, അതിന് മുമ്പുള്ള ചെറിയൊരു ഇത് ഫ്രാക്ഷനകത്ത് പല ഉലകായി ഉദിക്കുമെൻ്റെ നെഞ്ചൈ എപ്പടി അടക്കലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കന്തുക മതകരിയെ വശമായി നടത്തലാം, കരടിവൻ പുലിയെ വായയും കെട്ടലാം, ഒരു ചിങ്കം മുതുകുമേൽ കൊള്ളലാം, ദേവരെ ഏവൾ കൊള്ളലാം, കച്ചവിയെ അമ്മാനമാടലാം. ഇതൊക്കെ ഒരു സ്വാമി പാടിയിരിക്കുകയാണ്. അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പക്ഷേ മനമടക്കി ചുമ്മാതിരിക്കേണ്ട തിറമരുത്, എൻ ചിത്തം വിശൈകൊണ്ട ദൈവമേ ചേതോമയാനന്ദമേ. അത്രയ്ക്കും കഠിനമായ ഒരു കാര്യമാണ് ഈ പറഞ്ഞത് കേട്ടോ. നമുക്കത് മനസ്സ് അടക്കുന്ന ഒരു നിസ്സാരം പോലെയാണ് തോന്നുന്നത്. നമുക്കതിനെ പറ്റി മനസ്സിലായില്ലെന്നാണ്. വിദ്യാൻ സ്വാമി കൂടെ ഞങ്ങളോടൊക്കെ ചോദിക്കും, അത് നിങ്ങൾക്കൊക്കെ അവിടെ ആ ഭാഗങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കും. ഒരു സംശയമില്ല എന്ന് പറയുന്നില്ല. അതിൻ്റെ അടുത്ത് ഒന്നും അങ്ങോട്ട് പോയിട്ടില്ല മുകളിലോട്ടെ. ധാരാളം സംശയങ്ങൾ ഉദിക്കുന്നൊരു സ്ഥലമാണിത്. മുമ്പോട്ട് പോകുമ്പോഴേ മനസ്സടക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് ഈ ലോക വിഷയങ്ങളിൽ പറ്റി മനസ്സ് വ്യവഹരിക്കാതെ ഇരിക്കുന്ന ഒരു നിലപാടിലേക്ക് നമ്മൾ വരണം. അത്ര എളുപ്പമല്ലേ? കാരണം എന്തറിയാമോ? പൂർവ്വം ചെയ്ത കർമ്മങ്ങൾ കിടക്കും, പ്രാരബ്ധ കർമ്മങ്ങൾ. അതിപ്പോൾ ജ്ഞാനം ഉണ്ടായാലും അത് തുടർന്ന് നിൽക്കും. ആ കർമ്മങ്ങളെല്ലാം അനുഭവിച്ച് തീർക്കേണ്ടത്. പക്ഷെ കർമ്മങ്ങൾ അനുഭവിച്ച് തീർക്കുന്നത് ജ്ഞാനം അടയാതെയാണെങ്കിൽ അതിൽ ഒരുപാട് കർമ്മങ്ങൾ ഒരുപാട് അതിൽ നിന്നുണ്ടാവും പിന്നെ. പക്ഷേ ജ്ഞാനം അടഞ്ഞതിന് ശേഷം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പിന്നെ പുനരാവൃത്തി ഇല്ല. പിന്നെ ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കർമ്മമാണെന്ന് അറിഞ്ഞ് ചെയ്യും. മറ്റങ്ങനെയല്ല, ഒരാളിനോട് ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാഭം കൊണ്ടോ ഒക്കെ ചെയ്യും നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെ അല്ലാതെ ഒരു കർമ്മം ആർക്ക് ചെയ്യാൻ പറ്റും? ഒരു ലാഭേച്ഛയില്ല ഒരു കർമ്മം ചെയ്യാൻ പറ്റുമോ? രാധിക പാടാണ്. പക്ഷെ ജ്ഞാനികൾ ചെയ്യും കേട്ടോ, ജ്ഞാനികൾ ചെയ്യും. കാര്യം എന്താണ്? അവരെ സംബന്ധിച്ച് ലാഭം, ഏറ്റവും വലിയ ലാഭം എന്ന് പറഞ്ഞാൽ ബ്രഹ്മലാഭമാണ്. അവർക്ക് അവരുടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ ലാഭം, ആ ബ്രഹ്മലാഭത്തിൽ വന്നിരിക്കുന്ന അവരെ സംബന്ധിച്ച് ഇനി ഒരു ലാഭത്തിന് അവർക്ക് ഒരാഗ്രഹമില്ല. പക്ഷെ കർമ്മം ചെയ്യും. ഇപ്പം ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചു ഇവിടെ കാര്യങ്ങളൊക്കെ, ഇവിടെ ആശ്രമമൊക്കെ ഇങ്ങനെയൊക്കെ വിഭാവനം ചെയ്തു. എന്തിനു വേണ്ടി? ഒരു ലാഭത്തിന് വേണ്ടിയല്ല. ഇതാണ് അവർ ലാഭമില്ലാതെ തന്നെ പ്രവർത്തിക്കും.
അങ്ങനെ പ്രവർത്തിക്കുന്നതിന് തെറ്റില്ല. അപ്പോൾ ഒരു ജ്ഞാനമടഞ്ഞതിന് ശേഷം മാത്രമേ ഒരാൾക്ക് ഈ ലോകത്തിൽ വ്യവഹരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം. അതിനു മുമ്പ് പ്രവർത്തിക്കുന്ന പ്രവൃത്തികളെല്ലാം ഇയാളെ ബന്ധിപ്പിക്കുന്ന ചങ്ങലകളായി മാറുകയാണ്, ഓരോ ചങ്ങലകളും. അതുകൊണ്ടാണ് ജ്ഞാനമടയുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞത്. എന്താണ് ഉഷ മനസ്സിലാക്കി ജ്ഞാനമടയുക എന്ന് പറഞ്ഞത്? മനസ്സിലാക്കി പറഞ്ഞാൽ ശരിക്കും തന്നെ ഉള്ളതുപോലെ അറിയുന്നതിനെയാണ് ജ്ഞാനമടയുക എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഉള്ളതുപോലെയാണോ അറിഞ്ഞിരിക്കുന്നതെന്നൊന്ന് വിചിന്തനം ചെയ്ത് നോക്കിയാണ്. അപ്പോഴാണ് അല്ല, ഞാൻ ഈ ദേഹമാണെന്ന് അല്ലെങ്കിൽ കോശങ്ങൾ ഏതെങ്കിലും ഒന്നിൽ അഭിമാനിച്ച് അതാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പറഞ്ഞില്ലേ, ദേഹം പ്രാണം അപീന്ദ്രിയാണ്യ അഭിചലാം ബുദ്ധിന്റെ ശൂന്യം വിധു. ശങ്കരഭഗവത്പാദർ പാടിയതാണ്. ദേഹമാണ് ഞാൻ, പ്രാണനാണ് ഞാൻ, ഇന്ദ്രിയങ്ങളാണ് ഞാൻ, ബുദ്ധിയാണ് ഞാൻ. ചലാം ബുദ്ധി, അതിൻ്റെ മനസ്സ്. ചലിക്കുന്ന ബുദ്ധിയാണ് മനസ്സെന്ന് പറയുന്നത്. ശൂന്യമാണ് ഞാൻ, ഇതൊന്നുമില്ലാത്ത ആ സുഷുപ്തി ആണ് ഞാൻ. ഇങ്ങനെ ഏതെങ്കിലും ഒന്നിൽ അഭിമാനിച്ച് ഞാനെന്ന് നിൽക്കുന്ന ഒരു നിലയാണ് അജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെല്ലാം ഉപേക്ഷിച്ച് ശുദ്ധമായിട്ട് താനായിട്ടിരിക്കുന്ന ഒരു നിലയാണ്. ഇത് നമുക്ക് ഇതുവരെയും കൈവന്നിട്ടില്ല. എങ്ങനെ കൈവരുമെന്ന് ചോദിച്ചാൽ സമാധി അനുഭവം ഇതിൽ വരെയാണ്, പ്രത്യക്ഷമാവണം. സമാധി അനുഭവം പ്രത്യക്ഷമാവണം. അതാണ് നിർവികൽപ്പ സമാധി. ഇതിനെയാണ് തുരിയ അവസ്ഥ എന്ന് പറയും. തുരിയ നില ഇതിൽ വരാൻ പോകുന്നത്. പക്ഷെ തുരിയ നില കെടുത്ത് നിർത്തിയിരിക്കുന്ന ഏതാണെന്ന് മഹത്തുക്കൾ പറഞ്ഞു തന്നു. ഏതാണ്? മനസ്സിൻ്റെ ഈ രജോഗുണ തമോഗുണ വൃത്തികളാണ്. മനസ്സിൻ്റെ രജോഗുണമാണ് ചലനം, മനസ്സിൻ്റെ തമോഗുണമാണ് ഉറക്കം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ രജോഗുണ തമോഗുണങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. ചലനം ഉണ്ടെങ്കിൽ ഉറക്കം മാറിയിരിക്കും, ഉറക്കം ഉണ്ടെങ്കിൽ ചലനം മാറിയിരിക്കില്ല. ഉറങ്ങുന്നവർക്ക് ഈ പറയുന്ന ബഹളാത്മകമായ മനസ്സില്ല. ചലിക്കുന്നവർക്ക് മറ്റത് മാറിയിരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ച് ഉണരണമെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിച്ച്, എന്തെങ്കിലും ചിന്തിച്ച്, എന്തെങ്കിലും പരിപാടികൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഈ രൂപത്തിലാണ് രജോഗുണ തമോ ഗുണങ്ങൾ. ഇതിനെ തന്നെയാണ് വിക്ഷേപമെന്നും ആവരണമെന്നും പറഞ്ഞിരിക്കുന്നത്. വിക്ഷേപം എന്ന് പറഞ്ഞാൽ ഇളക്കം, ആവരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് പറയും, ലയം അല്ലെ ഉറക്കം. ഇത് തന്നെ ആവരണം. ഈ തമോ ഗുണ രജോഗുണങ്ങൾ ഇതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്. ഈ അവിദ്യ എങ്ങനെ നീക്കാം? വിദ്യ കൊണ്ട് നീക്കാം. ഇവിടെ പറഞ്ഞ വിദ്യ സത്വഗുണത്തിനെയാണ്. സത്വഗുണമാണ് നമ്മുടെ യഥാർത്ഥ പ്രകൃതി. എല്ലാവരും മനസ്സിൻ്റെ യഥാർത്ഥ ഗുണം സത്വഗുണമാണ്. പക്ഷേ ഈ സത്വഗുണത്തിനെയാണ് പോലും ഈ രജോഗുണ തമോ ഗുണങ്ങൾ ഖനിച്ചിരിക്കുകയാണ്, പരിപൂർണമായി ഇല്ലാതാക്കിയിരിക്കുകയാണ്. അതിൽ ആ സത്വഗുണമാണ് ഈശ്വര ചെയ്യൽ. ഈ സത്വഗുണമാണ് ജ്ഞാനം. സത്വഗുണമാണ് നമുക്ക് വന്നാൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും കർമ്മങ്ങൾ ചെയ്യും. ഇത് പറയുന്നതാണ്, മഹത്തുക്കൾ പറഞ്ഞിരിക്കുന്നതാണ്. കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മത്തിൻ്റെ ഗതി അനുസരിച്ച് 84 ലക്ഷം യോനിഭേദങ്ങളിൽ ജനിക്കുമെന്നാണ്. 84 ലക്ഷം ജീവരാശികളുണ്ട്. പല ഡിഫറൻ്റാണ്, ഒന്നിൻ്റെ അല്ല വേറൊന്ന്. ഇങ്ങനെ പല തരത്തിലുള്ള ജീവരാശികളായിട്ട് ഇതിൽ പോകണ്ടാവും. അപ്പോൾ അവർ പറയുന്നു, ഏതാണോ നമ്മളുടെ ആ കർമ്മങ്ങളുടെ ഗതിയല്ല, മനോഭാവങ്ങൾ. നമ്മുടെ മനോഭാവങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് ജന്മം ഉണ്ടാവുന്നത്. ആ മനോഭാവം അങ്ങനെയാണ് ജന്മം ഉണ്ടാകുന്നതുകൊണ്ട് മഹത്തുക്കൾ പറഞ്ഞു, എപ്പോഴും ആ ഈശ്വര നാമങ്ങൾ പറഞ്ഞോളൂ, എപ്പോഴും ആ ഗുരുസ്മരണ ചെയ്തോളൂ, എപ്പോഴും ഈ പറഞ്ഞ തത്വവിചാരങ്ങൾ ചെയ്തോളൂ. ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം വേറൊന്നുമില്ല, നമ്മുടെ മനോവിചാരങ്ങൾക്ക് അനുസരിച്ചുള്ള അടുത്ത ജന്മം രൂപപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ജന്മം നമ്മൾ എന്താണ് ചെയ്യണം? വി ആർ പ്രിപ്പയറിങ് അവർ നെക്സ്റ്റ് ബർത്ത്. അടുത്ത ബർത്തിലേക്ക് നമ്മൾ സ്വയം സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്നു, ഈ ജ്ഞാനം എന്താണ് ചെയ്യണമെന്ന് അറിയാമോ? ഇതിനെ മൂടോട് അറുത്ത് കളയും. ഇതാണ് മഹത്തുക്കൾ ചെയ്യണത്. പറയുന്നു, ജന്മങ്ങൾ ഈ ജന്മക്കടലും കല്ലോലങ്ങൾ. സമുദ്രത്തിൽ തിര ഇങ്ങനെ ഉണ്ടായി വരുന്ന പോലെയുള്ള ഓരോ ജന്മങ്ങൾ ഉണ്ടാവുന്നു, തീരത്തിലേക്ക് അടിക്കുന്നു, തിരിച്ചു പോകും. അപ്പോൾ തീർന്നു, തിര മരിച്ചു. അടുത്ത തിര ഉണ്ടാവുന്നു, പോകുന്നു, വരുന്നു, മരിച്ചു. അത് തീരുന്നു.
ഇങ്ങനെ എത്ര കാലമായിട്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു. മഹത്തുക്കൾ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെയാണ് ഇത് നടക്കുന്നതെങ്കിലും ആലമർക്കടവുകളാണ് അവയ്ക്കെല്ലാം സാക്ഷി നീയേ. അവിടെയാണ് നമുക്ക് പിടിക്കാനുള്ളത്. നമ്മൾ ഈ കല്ലോലങ്ങളെ നോക്കിക്കൊണ്ട് കല്ലോലങ്ങളായിട്ട് താതാത്മ്യപ്പെടേണ്ട. ഈ കല്ലോലങ്ങൾ എന്ന് വെച്ചാൽ ഈ ശരീരങ്ങൾ, ഇതിൽ വന്ന് പൊന്തുന്ന ശരീരങ്ങൾ, ഇതിനെല്ലാം നീ എപ്പോഴും സാക്ഷിയായിട്ടിരിക്കുക. ഈ ശരീരമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷെ നീ അത് തിരിച്ചറിയാനുള്ള ജ്ഞാനം നിനക്കില്ല. അത് തിരിച്ചറിയേണ്ട ജ്ഞാനത്തെ ഗുരു ഉപദേശിക്കുകയാണ്. ഗുരുക്കന്മാർ ഉപദേശിക്കുന്ന വേറൊന്നുമല്ല, ഈ പരമാർത്ഥത്തെ പറഞ്ഞു തരികയാണ്. പക്ഷെ നമ്മൾ കാത് വെച്ച് കേട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം എന്നത് ഇതാണ് ഏറ്റവും വലിയ അപരാധം. അപരാധങ്ങളിൽ പ്രധാന അപരാധം ഈ പറഞ്ഞ ഗുരുക്കന്മാരുടെ ആ കാത് കൊടുക്കാത്തത്. ഗണപതി ഭഗവാനെ എന്തിനാണ് ആദ്യം വെച്ചതെന്നറിയാം? എല്ലാവർക്കും കേൾവിയിൽ ഒരു മാന്ദ്യമാണ്. ഗണപതിയുടെ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഈ ശ്രവണം എന്ന് പറയുമ്പോൾ തന്നെ ഇതാണ്, ഇങ്ങനെ ശ്രവണം ചെയ്യുകയാണ്, ഇങ്ങനെ കാതിനെ ഇങ്ങോട്ട് കൂർപ്പിക്കുകയാണ്. എന്തിനാണ്? ഞാൻ ശ്രവണം ഗുരു പറയുന്നത് കേട്ടോളാമേ എന്ന് പറയുന്ന പോലെ നമുക്ക് ഏത് ഭാവനയിൽ വേണമെങ്കിലും അത് പറയാം കേട്ടോ. ആദ്യം അതാണ് തുടക്കം, ഗണപതി. അതാണ് എനിക്ക് അതൊക്കെ ചെയ്തു, ആ ഗണപതിയുടെ അവിടെ ദേവത വിട്ടു എന്നൊക്കെ പറയുന്നത് ഇതാണ്. ക്ഷന്തവ്യമല്ല ഒരായ അപരാധമായിട്ടാണ് ഇത് പറയുന്നത്. ശരിക്കും ശ്രമിക്കുക. വേദങ്ങൾ പറയുന്നത് ശ്രദ്ധയോടെ ശ്രമിച്ച് അത് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാനും ചിലപ്പം ചില തടസ്സങ്ങളൊക്കെ വന്നേക്കാം. എന്നാലും സാരമില്ല, പരമാവധി പ്രാക്ടിക്കലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ പോയാലും ഗുരുക്കന്മാരുടെ ഈശ്വരൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ട് പിന്നീട് ശരിയായി വരും. അപ്പോൾ മനസ്സ് എത്രത്തോളം ശുദ്ധമായിരിക്കും നമ്മൾ വിഷയം മനസ്സിലാക്കുന്നത്. നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഈ മനസ്സ് എങ്ങനെയെല്ലാം വിചാരങ്ങളെ കൊണ്ടുവരണം നമുക്ക് കാണാൻ പറ്റും. മനസ്സാണത്. നമ്മളെപ്പോഴും ഈ മനസ്സിനെ കാണുന്ന ആളാണ്. ഈ വൃത്തികളെ കാണുന്ന ആളായിട്ടാണ് നാം ഇരിക്കുന്നത്. ഈ അങ്ങനെ കാണുന്ന ആളിനെ കാണാൻ ഇനി ആരും ഇല്ല. ഇത് ഈ സാക്ഷി ഇതിനെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക, അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാക്ഷിയാണ് ഇവിടെ പ്രധാനം. നമ്മളാണെങ്കിലോ ഈ സാക്ഷിയെ നമുക്കൊരല്പം പോലും നമുക്ക് ഒരു ഊഹവുമില്ല. ഈ സാക്ഷിയാണ് വാസ്തവത്തിൽ നാം. ആത്മാവിൻ്റെ ഒരു പ്രഥമ കലയാണ് സാക്ഷിഭാവം. അത് തന്നെയാണ് ചിത്തായിട്ടും ആനന്ദമായിട്ടും നിൽക്കും. അജ്ഞാനിക്കും ജ്ഞാനിക്കും ഒരുപോലെ പ്രകാശിക്കുന്നത് ഈ സാക്ഷിഭാവമാണ്. നമ്മൾ പഴകേണ്ടതും ഈ സാക്ഷിഭാവമാണ്. അപ്പം എന്ത് ചെയ്യണം? ഇതെല്ലാം ഈ മനസ്സിൻ്റെ ഈ പ്രക്രിയകളെ കാണുന്നവനായിട്ട് മാറി നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു ശബ്ദം കേട്ട ഉടനെ ആ മനസ്സ് ഓരോ വൃത്തികളെ കൊണ്ടുവരുന്ന കാണാം. പക്ഷെ ഇത് മനസ്സിൻ്റെ ഒരു ധർമ്മമാണ്. പക്ഷെ ഈ ധർമ്മം താനുമായിട്ട് എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. ഈ ആത്മാവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് ആ വാസനാഗതമായ മനസ്സിൻ്റെ ഒരു സംസ്കാരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. താനെപ്പോഴെവിടെ ഇരിക്കുന്നു? ഇതിന് സാക്ഷിയായിട്ട് നിൽക്കുക. എപ്പോഴും നമ്മൾ സാക്ഷിയാണെന്നുള്ള ഭാവം ഇതിൽ വിട്ടുകളയരുത്. എപ്പോഴാണ് നമുക്ക് വികാരം ഉണ്ടാവുന്നത്? താൻ സാക്ഷി എന്നുള്ള ഭാവം വിട്ടുപോകണം, അഴിഞ്ഞു പോണത്. ഇങ്ങനെ എപ്പോഴും ആ സാക്ഷി പഴകുന്ന രൂപത്തിൽ നമ്മൾ ഇതിൽ പ്രാക്ടീസ് അല്ല, ഇത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഇരിക്കുന്നത്. എന്നാലും ഇപ്പോൾ പറയുന്നു പ്രാക്ടീസ് ചെയ്താൽ. സാധാരണ ആളുകൾ, നമ്മുടെ ആചാര്യന്മാർ പ്രാക്ടീസ് എന്നുള്ള വാക്കൊന്നും പറയില്ല. അതൊക്കെ ഇവർ വന്ന് പുതിയ ആളുകൾ കണ്ടുപിടിച്ചതാണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് ധരിച്ചാൽ മതി. ഇതാണ് ഇങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാത്തിനും മനസ്സിൽ കണ്ടില്ലേ? പക്ഷേ ഒരു വാക്യം കേട്ടിട്ടുടനെ അതിൽ സങ്കടം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഈ രണ്ടുണ്ടായാലും അത് സംബന്ധിച്ച് മനസ്സിൽ പല പല വിചാരങ്ങളുണ്ടാവും. ഇതിനെല്ലാം ഈ സാക്ഷി പ്രകാശിപ്പിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് വേദം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തിനാണ് പറഞ്ഞു തരുന്നത്? ഇങ്ങനെയാണ് സാക്ഷിയെ നിരൂപിക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ്? സാക്ഷിയെ നേരിട്ട് കാണാൻ ഒക്കില്ല. ഇതാണ് സാക്ഷിയുടെ ലക്ഷണം.
സാക്ഷി കേവല ചേതകോ നിർഗുണച്ച. പല പല രൂപത്തിൽ ഇതിനെ നിർണയം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കി വെച്ചത് കൊണ്ടാണ് നമുക്കൊക്കെ ഒരു ധാരണ ഇതിൽ വന്നിരിക്കുന്നത്. അത് ചിന്മയ സ്വാമിയുടെ അഹോരാത്രമുള്ള പരിശ്രമമാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അല്ല ഞങ്ങളൊരു ബുക്ക് വായിച്ചതായിട്ട് ഒരു ചരിത്രവും ഇല്ല. പക്ഷെ അനവധി ബുക്ക് വായിച്ചവരെ കാട്ടിലൊന്നും പറയില്ല, അതുപോലത്തെ അറിവുണ്ട് പലതരത്തിൽ. എന്തുകൊണ്ട്? ചിന്മയ സ്വാമിയുടെ വാഗ്ധാരണിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. അതിങ്ങനെ പ്രവചിച്ചുകൊണ്ടേയിരുന്നു. സ്വാമി കണ്ടിട്ടില്ലേ? കണ്ടിട്ടല്ലേ? സ്വാമി അങ്ങനെ കാണാനോ അങ്ങനെ വലിയ ഒരു പ്രമാദമൊന്നുമല്ല. പക്ഷേ സംസാരിച്ചു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ നമ്മൾ അവിടെ ചെല്ലുന്ന അതേ രൂപത്തിൽ സംസാരിച്ചു. ഇപ്പൊ നമ്മൾ ലോകകാര്യം പറയണമെങ്കിൽ അതിന്റെ അപ്പുറം ലോകകാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം ഇതിലോട്ട് അല്പം ഇതുണ്ടെങ്കിൽ ടപ്പൊന്ന് മാറിക്കളയും. ഒന്ന് മാറി വരുന്നത് വേറെ ലെവലാണ്. അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ ചേച്ചിയോട് ചോദിച്ച ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ ചർച്ച ആരംഭിച്ചത്. എന്താണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കി? എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇതുവരെ പഠിച്ചതിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ ധ്യാനാദികൾ ചെയ്യണം എന്ന് ചോദിച്ചാൽ എന്ത് പറയും ചേച്ചി? എന്താണ് ജ്ഞാനം? ജ്ഞാനമെന്ന് ചോദിച്ചു. ശ്രുതി പറഞ്ഞു ജീവപര ഐക്യം ജ്ഞാനം. ജീവനും പരനുമായിട്ട് ഐക്യം ചെയ്യുന്നതിനെയാണ് ജ്ഞാനം. ഇനി ജീവനേത് പരനേതെന്ന് നമ്മൾ നോക്കാം. ജീവൻ ആരാണ്? പറയുന്നു ഈ പരന്റെ തന്നെ ഇമേജാണ് ജീവൻ. നമ്മളൊരു ചട്ടിയിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചാൽ ചന്ദ്രൻ, മുകളിൽ നിൽക്കുന്ന ചന്ദ്രന്റെ ഒരു പ്രതിബിംബം ഇതിൽ കാണൂലേ? നമ്മൾ ഇതിനെ എന്തെന്ന് പറയും? ചട്ടി ചന്ദ്രൻ എന്ന് പറയും, അല്ലെങ്കിൽ കുളത്തിലെ ചന്ദ്രൻ. ചട്ടി, കുളം, കിണർ, കുടം, ഇതിലൊക്കെ ഇരിക്കുന്ന ജലത്തിൽ ആ ചന്ദ്രന്റെ ഒരു പ്രതിഫലനം വരും. പക്ഷെ യഥാർത്ഥത്തിൽ ഈ പ്രതിഫലനം ആ ബിംബചന്ദ്രൻ തന്നെയാണെങ്കിലും നമ്മൾ ബിംബചന്ദ്രൻ എന്നല്ല പറയുന്നത്. ഇത് വന്നിട്ട് ചട്ടിയിലുള്ള ചന്ദ്രൻ, കുളത്തിലുള്ള ചന്ദ്രൻ ഇത് പറയും പോലെ ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ ഓരോ അന്ധകരണത്തിനെയാണ് പറയുന്നത് ഓരോ ഉപാധികൾ, ചട്ടികൾ, ഓരോ ചട്ടി. അതിന് അളവിലുള്ള ആ ജലം, ആ അളവെന്ന് പറയുന്നത് വാസന. ആ വാസനയിൽ പ്രതിഫലിച്ച് കാണുന്ന ആ ചന്ദ്രനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ആ ചന്ദ്രനാണ് ഈ ചന്ദ്രൻ എന്ന് പറയാൻ ഒക്കില്ല. എന്തുകൊണ്ട്? ഇതിൻ്റെ ഇതിലൂടെ കലർന്നാണ് അത് കാണുന്നത്, അല്ലേ? ഒരു കലർപ്പുണ്ട് ഇത്. എന്നാൽ കലർന്നിട്ടില്ല എന്ന് ആചാര്യന്മാർ പറയുന്നു. ഇങ്ങനെയാണെങ്കിലും ആ ജലത്തിൽ, അല്ലെങ്കിൽ ആ ഒരു മലിനജലത്തിൽ അതിൽ കലർന്നിട്ടില്ല, ഈ ചന്ദ്രൻ കലർന്നിട്ടില്ല. പക്ഷെ അതിനെ എങ്ങനെ അറിയാം? ആ ബിംബത്തിന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നു ഈ ചട്ടിയെ ഉടച്ചുകളാണ് ഈ ജലത്തിനെ വറ്റിക്കും. ജലത്തിനെ വറ്റിക്കുകയും ചട്ടിയെ പൊട്ടിക്കുകയും ചെയ്താൽ ഈ ചന്ദ്രൻ എന്ത് ചെയ്യും? ഇതിൽ വന്നിരിക്കുന്ന പ്രതിഫലിച്ച ചന്ദ്രൻ എവിടെ പോകും? ആ ബിംബചന്ദ്രനിൽ പോയി ഐക്യം ചെയ്യുന്നത്. ഇത് നേരെ, അല്ലാതെ അതിന് നാശമില്ല. ഈ ബിംബചന്ദ്രനാണെങ്കിലും വാസ്തവത്തിൽ അത് പ്രതിബിംബചന്ദ്രനാണെങ്കിലും വാസ്തവത്തിൽ അത് ബിംബചന്ദ്രൻ തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ജീവനും ആത്മാവുമായിട്ട് ഒരു വ്യത്യാസവുമില്ല. അത് ജീവനെന്നും ആത്മാവെന്നും പറയാൻ കാരണം എന്താണ്? ഉപാധിയുടെ ലക്ഷണത്തിലാണ്. ഇപ്പോൾ കടചന്ദ്രൻ എന്ന് പറഞ്ഞതുപോലെയാണ്. കടചന്ദ്രൻ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ചന്ദ്രനുണ്ട്. അതിനെ പിടിച്ചുകൊണ്ട് അതിനെ നോക്കിക്കണ്ടാൽ ആ ബിംബത്തിൽ വന്ന് നിൽക്കാം. ആ ബിംബമാണ് വാസ്തവം. ഇതുപോലെ ഈ ജീവനെ പിടിച്ചുകൊണ്ട്, ജീവനെന്ന് പറഞ്ഞാൽ ആ ഉപാധിയുടെ കലർന്ന് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്ന രൂപത്തിൽ നിൽക്കുന്നതിനെ പിടിച്ചുകൊണ്ട് ആ ബിംബത്തിലേക്ക്, അതായത് ആ പരമാത്മാവിലേക്ക് പോയി ചേരാം, ഐക്യപ്പെടാം. ഐക്യപ്പെടാന്ന് വെച്ചാൽ അർത്ഥം വേറെ ഒന്നുമല്ല, ഇത് രണ്ടും ഒന്നാണ്. വാസ്തവത്തിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ജീവാത്മാവ് പരമാത്മാവും
തമ്മിലുള്ള ഐക്യമാണ് തത്വമസി ഉപദേശിക്കുന്നത് നമുക്ക്. തല്ലെന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ത്വമെന്ന് പറഞ്ഞാൽ ജീവൻ. തൽത്വം അസി എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരുടെയും ഐക്യം. തത്വമസി പറഞ്ഞ എങ്ങനെ? തല്ലെന്ന് പറഞ്ഞ ജീവനും ത്വമെന്ന് പറഞ്ഞ ഈശ്വരൻ, തല്ലെന്ന് പറയുന്ന ഈശ്വരനും ത്വമെന്ന് പറയുന്ന ജീവനും എങ്ങനെ ഐക്യം വരും? അവർ പറഞ്ഞു, വിട്ട ലക്ഷണം കൊണ്ട് ജീവന്റെ ഉപാധിയെ മാറ്റണം, വിടാത്ത ലക്ഷണം കൊണ്ട് ഈശ്വരന്റെ ഉപാധിയെ മാറ്റണം. ഇത് രണ്ട് മാറി നിൽക്കുന്ന ആ ചൈതന്യങ്ങൾ മാത്രം തങ്ങളിൽ ഐക്യമുണ്ടെന്ന് വെച്ചാൽ രണ്ടും ഒന്ന് തന്നെ. ഇങ്ങനെയാണ് ഇത് പറയണത്. എന്തിനു പറയണമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ലോജിക്ക് ഇതാണ്. നമ്മളിപ്പോൾ ജീവനായിട്ട് വ്യവഹരിക്കുന്നു, പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ജീവനല്ല, നമ്മൾ ആത്മാ തന്നെയാണ്, നമ്മൾ ബ്രഹ്മം തന്നെയാണ്. ആത്മാവെന്ന് പറയുന്നതും അല്ലെങ്കിൽ കൂടസ്ഥനെന്ന് പറയുന്നതും ബ്രഹ്മം എന്ന് പറയുന്നതും രണ്ടല്ല, ഒന്ന് തന്നെ. കൂടസ്ഥനൊക്കെ തന്നെ ഉള്ളിൽ ആ 9 ലക്ഷ്യമായി വന്ന ആ ബ്രഹ്മത്തിൽ തന്നെയാണ് കൂടസ്ഥൻ എന്ന് പറയുന്നത്. തൽപദം എന്ന് പറഞ്ഞാൽ സമഷ്ടി എന്നർത്ഥം. തൽപദം 9 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വെഷ്ടി സമഷ്ടി എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. വെഷ്ടി ജീവൻ, സമഷ്ടി ഈശ്വരൻ. ഞാനെന്ന് പറഞ്ഞ വെഷ്ടി, എല്ലാവരും കൂടി ചേർന്ന സമഷ്ടി. ഇപ്പൊ ചേച്ചിയും താരയും ഗീതയും എല്ലാം കൂടി ചേർന്നത് എല്ലാം കൂടെ പറയുമ്പോൾ സമഷ്ടി. ഈ സമഷ്ടി ഉപാധികളാണ്. ഈ സമഷ്ടി ഉപാധിയിൽ നിൽക്കുന്ന ആ ചൈതന്യം അത് ഈശ്വരനാണ്. വ്യഷ്ടിഗതമായി വരുമ്പോൾ അത് ജീവനായി. ജീവേശ്വരന്മാരുടെ ഭേദം വ്യഷ്ടി സമഷ്ടി ഉപാധികളിൽ മേലിരിക്കുന്ന ഭേദമെന്നല്ലാതെ ഇവരുടെ ചൈതന്യങ്ങൾക്ക് തങ്ങളിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇതൊക്കെ നമുക്ക് തരുന്ന ഇൻഫർമേഷൻസാണ് കേട്ടോ. ഇപ്പം ഞാനായിട്ടിരുന്നതും നിങ്ങളെല്ലാമായിട്ടിരിക്കുന്നതും ആ ഒരേ ഒരു പരമാർത്ഥ വസ്തു തന്നെയാണ്. ആ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മമെന്ന് ഡയറക്റ്റ് പറയില്ല, നമ്മൾ പറയില്ല. നമ്മൾ പറയും ആ ആത്മാ തന്നെയാണ്. ആത്മാ തന്നെയാണ് എല്ലാമായിട്ടും ഇരിക്കുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എവിടെയെന്ന് ചോദിച്ചാൽ നിരുപാധികമായിട്ടുള്ള കാര്യമാണ്. അത് അവാത്മന സഹോദരമാണ് ആയാണ് ഈ ബ്രഹ്മം ഇരിക്കുന്നത്. ഒന്നും പറയാനില്ലാത്ത, മിണ്ടാൻ പോലും സാധിക്കാത്ത ആ ഒന്നിനെയാണ് പറഞ്ഞത് ബ്രഹ്മം. ഇതുവരേക്കും നമുക്ക് ഒരുവിധം പറയാം, ആത്മാവെന്നും കൂടസ്ഥനെന്നും ഒക്കെ പറയാം. അതിന് മേലുള്ള കാര്യം അനുഭവിച്ചറിയാനുള്ള രഹസ്യത്തെയാണ് വാക്കുകൊണ്ട് പറയാൻ പറ്റാത്തതാണ്. അനുഭവത്തിലേക്ക് വന്ന് അറിയേണ്ടതായ കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ജനറലായിട്ട് പറയണം. കാരണം ഇതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കണം. വേദം എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? ഒരു കാര്യത്തിലല്ല നിൽക്കുന്നത്. വേദം 6 അടയാളങ്ങളോട് ചേർന്നാണ് വേദം നിൽക്കുന്നത്. 6 അടയാളങ്ങൾ. വെറുതെ ഒരു വാക്യമല്ല വേദം. ഓരോ വാക്യവും 6 അടയാളങ്ങളിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യണം. ഒരു വാക്യം എന്ന് പറഞ്ഞാൽ വെറും ഒരു വാക്യമല്ല, അതിനെ 6 അടയാളങ്ങളിൽ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ശരിയായ രൂപത്തിൽ വേദം അവിടെ വന്നത്. ഈ 6 അടയാളങ്ങളെ പറ്റി പറയുമ്പോൾ ഉപക്രമം, ഉപസംഹാരം, അഭ്യാസം, അപൂർവത, അർത്ഥവാദം, ഫലം, ഇങ്ങനെയുള്ള 6 അടയാളങ്ങൾ. ഉപക്രമം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, തുടക്കം. ഉപസംഹാരം എന്ന് വെച്ചാൽ അവസാനിക്കുന്നത്. പറയുന്നു ഈ ഉപക്രമ ഉപസംഹാരങ്ങൾ ഒന്നായിരിക്കണം. എൻ്റെ അർത്ഥം ഏത് തുടങ്ങിയോ അത് തന്നെ അവസാനിക്കും. ഏതാണോ ആരംഭിച്ചത് അത് തന്നെ പര്യവസാനിക്കും. ഇനി അടുത്തത് അഭ്യാസം. എങ്ങനെയാണ് ഇതിൻ്റെ അഭ്യാസം നിൽക്കുക എന്നുള്ളത് നമ്മൾ അതിൽ മനസ്സിലാക്കിക്കോളണം, അതിൽ ധരിച്ചോളണം. അപൂർവത, അർത്ഥവാദം. അർത്ഥവാദം എന്ന് വെച്ചാൽ ഈ പല വാദങ്ങളെ കൊണ്ട് ഇതിനെ നമ്മൾ ന്യായീകരിക്കണം. അല്ല, ഒരു വാക്യം കൊണ്ട് മാത്രം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. വേദം നിൽക്കുന്നത് അടയാളങ്ങളോട് ചേർന്ന് ഇതിനെ പ്രകാശിപ്പിച്ചിരിക്കുകയാണ് വേദം എപ്പോഴും. പക്ഷെ പലരും സംസാരിക്കുമ്പോൾ ഈ അടയാളങ്ങൾ ഇല്ല എന്ന് കാണുകയാണെങ്കിൽ ദിന്മാനസ്വാമി പറഞ്ഞ് ഓടിക്കളാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ കൂടെ മുക്തിയെപ്പറ്റിയും ഇതിൻ്റെ ഇത് ആ മുക്തി അടയാതെ ഇങ്ങനെ പോയാൽ വരുന്ന ദോഷങ്ങളെ പറ്റിയും മറ്റും ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാൻ കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? നമുക്കറിയണ്ടേ എന്താണ് ഇതിനിപ്പോൾ, എന്തിനാണ് ഇത് ചെയ്യേണ്ടത്? പലർക്കും അതുപോലും അറിഞ്ഞൂടല്ലോ. ഒരാൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഗീത പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു,
അതായത് ദുഃഖം നിവൃത്തിക്കാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് പറയുന്ന പക്ഷം ദുഃഖം ഉള്ളതായിട്ട് പോലും അറിയാത്ത എത്ര പേരുണ്ട്. അവർ പറയുന്നത് എന്തും ദുഃഖമായിരിക്കണം. ഒരാൾ ചോദിക്കുകയാണ് എന്തും ദുഃഖം, നിങ്ങൾ പറയുന്നത് ദുഃഖമേ ഇല്ലല്ലോ ഞങ്ങൾക്ക്, എന്നിട്ട് വേണ്ട ദുഃഖം നിവൃത്തിക്ക് വരാൻ. കാരണം പണമുണ്ട്, ആരോഗ്യമുണ്ട്, നല്ല ബന്ധുബലമുണ്ട്, എല്ലാം ഉണ്ട്. അവർക്ക് എന്തൊരു ദുഃഖമെന്ന് ചോദിക്കുകയാണ് അവർ. നമുക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? പക്ഷേ ഒരേ മറുപടിയെ വേദം പറഞ്ഞിട്ടുള്ളൂ, ഇവൻ അതിന് അധികാരിയല്ല. അത്ര മാത്രമേ വേദത്തിൽ പറയാനുള്ളൂ. ആർക്കാണ് ഇതിലൊക്കെ ദുഃഖം തോന്നണമെന്ന് ചോദിച്ചാൽ അവർ പറയുന്നു ഇതിന് അധികാരിയായി വരുന്നവർക്കാണ് ഈ ലോകത്തിൽ ദുഃഖമായിട്ട് തോന്നുന്നത്. കൂടുതൽ ദുഃഖം വരുന്ന അവർക്കാണ്. ഭഗവാൻ എന്താണ് ചെയ്യണത്? ഇതിലെല്ലാം ദുഃഖമെന്ന് തോന്നിപ്പിച്ച് അവനെ കൊണ്ട് വിവേകത്തോടുകൂടി അതിൽ നിന്ന് അവനെ വിരക്തനാക്കും. ആ വിവേകം എന്തിനാണ് ചെയ്യണത്? ഇവനെ അതിൽ നിന്ന് വിരക്തനാക്കും. ആ വിരക്തിയോട് ചേർന്നാണ് ഈ ഗുരുവിനെ സമീപിക്കുകയും ഈ വേദം കേൾക്കുകയൊക്കെ ചെയ്യേണ്ടത്. അതല്ലേ സമാധിശർക്ക് സമ്പത്തി വിരക്തനുമായിരിക്കണം ഈ മുമുക്ഷു. മുമുക്ഷു ആരാണ്? മോക്ഷദാഹി എന്നാണ് മുമുക്ഷുവിന്റെ പേര്. മുക്തിക്ക് ആഗ്രഹമുള്ള ഒരാളുടെ മുമുക്ഷു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മുമുക്ഷുത്വം എത്ര ദുർലഭമാണെന്ന് വേദം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയം, ദുർലഭം ത്രയമേ ദൈവം. 3 കാര്യങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും ദുർലഭമാണ്. അതിലേറ്റവും ആദ്യത്തേത് മനുഷ്യത്വം, മനുഷ്യനാകുക എന്നുള്ളത് ദുർലഭമാണ്. മുമുക്ഷുത്വം, രണ്ടാമത് മുമുക്ഷുത്വം. മൂന്നാമത് മഹാപുരുഷ സംശ്രയം, അതാണ് ഉത്തമ ജ്ഞാനികളെ കിട്ടുക എന്നുള്ളത് ദുർലഭമാണ്. ഗുരുക്കന്മാരുണ്ട്, ഇഷ്ടം പോലെ ഗുരുക്കന്മാർ. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സദ്ഗുരു, അതായത് ഈ ജനന മരണ സംസാര ദുഃഖത്തിൽ നിന്നും നമ്മളെ കരകയറ്റുന്ന ആൾ. ഗുരുദേവനൊക്കെ അതിൻ്റെ ആളുകളാണ്. ശ്രീ രാമാനന്ദ ഗുരുദേവനെ ഭവസാഗരം അതിൽ ഒരു ആവിക്കപ്പൽ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര്? ശ്രീ രാമാനന്ദ ഗുരുദേവൻ. നമ്മൾ ഒരു ടിക്കറ്റ് എടുത്ത് കയറുന്നതിനാണ് അനുഷ്ഠാനം വാങ്ങിച്ചതെന്ന് പറയുന്നത്. നമ്മളെല്ലാം ടിക്കറ്റ് എടുത്ത് കയറി വരാൻ മാത്രമേ ഉള്ളൂ. സ്വാമി പറയണു, എടുത്ത് ചാടിക്കളയാതെ നീ ഇതിനെ തുടരുമെങ്കിൽ ഞാൻ നിന്നെ അക്കരെ കൊണ്ട് എത്തിക്കാന്ന് പറയും. പക്ഷെ ഇതിനകത്ത് എല്ലാവരും പലരും എടുത്ത് ചാടിക്കളയും. വേറെ പല പ്രലോഭനങ്ങളിൽപ്പെട്ടെ. ഇപ്പോൾ ഒരാൾ പറയുന്നു, അയ്യോ 10 ദിവസം കൊണ്ട് മുക്തിക്കുള്ള ഒരു ഉപായം ഈ ഇവിടെ ഒരു സ്വാമി, അവിടെ ആ അറ്റത്ത് ഒരു സ്വാമി ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരങ്ങോട്ട് പോകും. അത് മാത്രമല്ല, സ്വർണ്ണമാക്കുന്ന ഒരു പദ്ധതി പിന്നെ ഒരു സ്വാമിക്കറിയാം എന്ന് പറയും. അപ്പോൾ അങ്ങോട്ട് പോകും. പോകില്ലേ? ഇങ്ങനെയെല്ലാം പോകാതെ നീ ഇതിനകത്ത് കയറി നീ സ്വസ്ഥനായിട്ട് ഇരിക്കുമെങ്കിൽ നിന്നെ ഞാൻ അക്കരെ കടത്തിത്തരാം. ഇതാണ് ഗുരുദേവൻ്റെ വാക്കാണ്. അക്കരെ കടത്തുമ്പോഴാണ് അതിനെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന കാര്യങ്ങളായിട്ടാണ് ഈ ഗ്രന്ഥങ്ങൾ നിൽക്കുന്നത്. ഈ ഗ്രന്ഥങ്ങളുടെ പ്രാധാന്യം അതാണ്. വെറുതെ തുഴഞ്ഞ് അതിലിരുന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാര്യങ്ങൾ ഗ്രഹിക്കുക. ആ ഗ്രഹിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉദാഹരിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ ഉദാഹരിക്കുക എന്നത് പ്രധാനമാണ്. ഇത് ചെയ്യും. രാഗദ്വേഷ മതമത്സരങ്ങളെല്ലാം മൃഗച്ചേലുകളാണ്. ആ ചേലുകൾ ഇതിൽ നമ്മൾ പൂർവ്വം പഴകിയ വാസന കൊണ്ട് അടിക്കടി വരും. അതിനെയെല്ലാം എങ്ങനെയാണ് വിവേകത്തോടു കൂടി അതിനെ പോക്കടിക്കണം. ആ വിവേകം വേറൊന്നുമല്ല, ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ആത്മാവാണെന്ന് തിരിച്ചറിയുന്ന ജ്ഞാനമാണ് ഇതിൻ്റെ വിവേകം. ഞാൻ ആത്മാവാണ്, ഞാൻ ഈ കാണുന്ന ദേഹമല്ല, ഈ ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ചിത്തമല്ല, ഈ അഹങ്കാര പര്യന്തം ഞാനല്ല. ഇതെല്ലാം എന്നിൽ തോന്നുകയും മറയുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. വാസ്തവത്തിൽ ഇതിന് സ്ഥായിയായ ഒരു ഭാവമില്ല. സ്ഥായിയായ ഒരു നിലനിൽപ്പുണ്ട് അതിനെങ്കിലും. ശരീരം തോന്നുന്നു. എത്ര സമയം? ഒരു 12 മണിക്കൂറൊന്നും പറയാൻ പറ്റുമോ വെച്ച്? ഇതിനിടയ്ക്ക് എത്ര പ്രാവശ്യം ഇയാൾ ഉറങ്ങിപ്പോകും? എത്ര പ്രാവശ്യം മനോരഥങ്ങളിലേക്ക് പോകും, സ്വപ്നത്തിൽ പോകും. മക്കളെപ്പറ്റി ആലോചിച്ച് കുറേ നിൽക്കുമ്പോൾ മനോരഥ, അതാണ് സ്വപ്നം. അപ്പോഴും ദേഹമുണ്ടോ? ഇല്ല. അപ്പം ഇങ്ങനെ ഒരു തുച്ഛമായ എപ്പോഴും നോക്കുമ്പോൾ മാത്രം കാണുന്ന ഈ ശരീരം ഞാനല്ല. ഈ ശരീരം സംബന്ധിച്ചല്ലേ ഈ ലോകവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ ശരീരത്തിന് വേണ്ടിയല്ലേ ഈ വീടും ധനവും എല്ലാം നമ്മൾ സമ്പാദിക്കുന്നത്, അല്ലേ? വേറെ എന്തെങ്കിലും പണം വേണോ? അപ്പം ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ദേഹമാണ് കാരണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങളായിട്ട് നിൽക്കുന്ന ഇതൊക്കെയാണ്. ഇതെല്ലാം കൊണ്ടാണ്
ഈ ദേഹത്തെ പരിപാലിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ധർമ്മങ്ങളാണെന്ന് കാണണം. താൻ ഈ ആത്മാവ് നിത്യമുക്തനാണ്, ഇതുമായിട്ട് സംബന്ധമേ ഇല്ല. ഇതാണ് ആ മുക്തി എന്ന് പറയുന്നത്. ഇങ്ങനെ അറിഞ്ഞ് ധാരണ ചെയ്ത് നല്ല വിവേകത്തോടുകൂടി നിൽക്കുന്ന ഒരാൾക്ക് ഈ അനുഭവം ഉണ്ടാവും. ഇതാണ് സമാധി അനുഭവം. ഇത് വന്നു ചേരും. ഒരു കുറച്ച് നമ്മളൊരു ജോലി നേടാൻ തന്നെ എന്ത് പഠിച്ച് എന്തുമാത്രം കഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ ആ കണക്കിന് ഇത് നിസ്സാരമാണ് അല്ല. ഇത് ബൃഹത്തായ ജീവിതത്തിൽ അതിപ്രധാനമായ ഒരു കാര്യസാധ്യമാണ് ഇത്. ഏതൊന്ന് കിട്ടിയാലും എല്ലാം കിട്ടിയതായി വരും. അതാണിത്. അങ്ങനെയുള്ള ഒന്നിനെ പ്രാപിക്കാൻ എന്താ അത്ര നിസ്സാരമോ? പക്ഷേ ഇപ്പം നമ്മൾ കുറേ ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും. ത്യാഗമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നമുക്കവിടെ ഇത്തിരി സമയം കൊണ്ട് ചിലർ പറയും ഇത്തിരി സമയം ഉണ്ടെങ്കിൽ കുറച്ച് സമയം ആ കമ്പ്യൂട്ടറിൻ്റെ മുമ്പ് ഇരുന്നിട്ട് ആ 1-2 കാര്യങ്ങളുണ്ട്, ബിസിനസ്സുകളുണ്ട്, അതങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് ചെയ്യാൻ എത്ര രൂപ ഉണ്ടാക്കുന്നത്. ഇയാൾ എന്തൊരു വട്ടനാണോ എന്നൊക്കെ ചോദിക്കും. മനസ്സിലായില്ലേ? അല്ല, അത് അവരെ കുറ്റമൊന്നുമല്ല. അവരുടെ ആ പുണ്യം അനുസരിച്ച് അവർക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ അവരോട് ദേഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവർക്കറിയാവുന്നവർ പറയുന്ന വാസ്തവം തന്നെ. ലോകത്തിൽ ഭൂരിപക്ഷം ആളുകൾ ഇങ്ങനെ പറയുള്ളൂ അല്ലേ. അവർ വെറുതെ സമയം എത്രയും കളയാണ്, കുറിയൊക്കെ ഇട്ട് അങ്ങനെ നടക്കുന്നു. വല്ല കാര്യമുണ്ട് ലോകത്ത്? ഇത് ഇപ്പോഴും അന്ധവിശ്വാസമായിട്ട് നടക്കുന്ന ഒരു ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? ഇപ്പോഴും ഇത്രയും സയൻസ് ഇത്രയും പുരോഗമിച്ചിട്ടും ഇത് ഇയാളൊന്നും അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കൊന്നും പറയാനൊന്നുമില്ല. നമ്മൾ അവരുടെയൊക്കെ മുമ്പേ നമ്മൾ തോറ്റതുപോലെ നിൽക്കുകയാണ്. ഉഷ അങ്ങനെയല്ലേ? ഉഷയ്ക്ക് എന്തെല്ലാം അനുഭവം. ഉഷയെ പറ്റി പറഞ്ഞതെന്നറിയാം. ഒരു സംഘർഷാവസ്ഥ. അമ്മയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അമ്മ തന്നെ. എല്ലാവരും നോക്കേണ്ട ഉത്തരവാദിത്വവും ഉണ്ട്. അതിൽ ഒരു സംശയമില്ല. പക്ഷേ അതിന് മറ്റാളുകൾ അതും ഇതൊക്കെ പറയുമ്പോൾ അതിലൊരു വിഷമമുണ്ടാവും. പക്ഷെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. മനസ്സിലായില്ലേ? ഇത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്ന, അവരെ ശമിക്കാതെ അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറയണമെന്ന് കരുതുക. അല്ലെങ്കിൽ അവർക്കൊക്കെ വൻ നാശം വരും. മനസ്സിലായില്ലേ? ഈ സത്തുക്കളെന്ന് പറഞ്ഞാൽ ആരെന്നറിയാം? ഈശ്വര കാര്യത്തിൽ പ്രവർത്തിക്കുന്നവരെയാണ്. അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമത്തിന് ഭയങ്കര വില കൊടുക്കേണ്ടി വരും. ആരായാലും നമുക്കിപ്പം ഇങ്ങനെ പറഞ്ഞ് ഗുരുക്കന്മാർ പറഞ്ഞ് നമുക്കറിയാം. പറയുന്നത് ഇതാണ്. അതായത് ഇവര് ഈശനടിയാർ മനം കലങ്കിടിൽ ദേശവും നാടും ചിറപ്പ് മഴന്തു പോകും. ഈശനടിയാർ മനം കലങ്കിടിൽ. ഈശ്വരപരമായി ജീവിക്കുന്ന ഒരാളുടെ മനസ്സ് വിഷമിപ്പിച്ച ഭയങ്കര പ്രശ്നമാണ്. അപ്പം അതുകൊണ്ടൊക്കെ വളരെ സൂക്ഷിച്ച് അവർക്ക്. അപ്പം നമ്മളെന്ത് ചെയ്യണം? സ്വാമി പറയും, ഇവിടുത്തെ ചിന്താസ്വാമി പറയും, ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും മുള്ളിനാണ് കേടുന്നത്. നമ്മളങ്ങനെ പറയുമോ? മുള്ളിനാണ് കേട്. ശീല മുള്ളിനാണ് കേട്. സ്വാമി പറയണ തിരിച്ചേ പറയുള്ളൂ. ഇല വന്ന് മുള്ളി വീണാലും മുള്ളി ചെന്ന് ഇല വീണാലും മുള്ളിനാണ് കേടത്. ഇതാണ്. അതുകൊണ്ട് നമ്മളൊക്കെ വേണം ശ്രദ്ധിക്കാൻ. നമുക്ക് വല്ല ഇത് വന്നു കഴിഞ്ഞാൽ കളയുക, അത് സാരമില്ല, ഇതൊക്കെ അവർക്ക് അറിഞ്ഞൂടാ പറയണതല്ലേ എന്ന് വിചാരിച്ച് തള്ളിക്കളയാം. പോട്ടായിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വിവേകത്തോടുകൂടി ആർക്കാണോ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് അവർക്കാണ് ഈ ജ്ഞാനത്തിലേക്ക് വരാൻ അധികാരമുള്ളത്. ബാക്കി ആർക്കും ഇതിന് അധികാരമേ ഇല്ല. അതുകൊണ്ട് ഉലകം പഴിപ്പാർ, അത് ചിന്താസ്വാമിയുടെ വേറൊരു വചനമാണ്. ലോകത്തിന്റെ പൊതുസ്വഭാവം എന്തിനാണ്? പഴിച്ചുകൊണ്ടേയിരിക്കും. നല്ല ചെയ്താലും പഴിക്കും, തീർത്ഥം ചെയ്താലും പഴിക്കും, മോശം ചെയ്താലും പഴിക്കും. അല്ലാതെ ഇവർ പുകഴ്ത്തോന്ന് ആരെങ്കിലും വിചാരിക്കുന്നത് അതാണ് മണ്ടത്തരം. ഒരാൾ നല്ല ചെയ്തു, ഇവനെന്ത് കിർക്കാം, ഇവൻ ആരുടെ എന്തായാലും ഇത് കേൾക്കാനായിട്ട് നമ്മൾ അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുക അറിവില്ലായ്മ കൊണ്ടാണ്, എന്ത് ചെയ്യാൻ, അവൻ്റെ അറിവ് വെച്ച് അവൻ പറയുന്നത്. പക്ഷെ അവന് 100 പേര് സപ്പോർട്ട് ചെയ്യാനുമുണ്ട് അല്ലേ. ഒരു 100 പേരെ വിളിച്ചു ചേർത്തിട്ട് ഇവർ തങ്ങളിൽ നടന്ന ഒരു കാര്യത്തെ പറഞ്ഞ ആരുടെ വശത്ത് നിൽക്കും? ആള് അവരുടെ വശത്ത് നിൽക്കും.
ഇവിടെ തോൽവിയാണ്. കാര്യം വളരെ മൈനോറിറ്റിയാണ്, അത് മെജോറിറ്റിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടത്തേക്ക് മാറിക്കളയണം. മാറി അങ്ങനെ പോയാൽ മതി, അത്ര കാര്യമൊന്നും. കോട്ടെ വഴിയെ ഇങ്ങനെ പറഞ്ഞതാണ്. ഇതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ ഉണരണം കേട്ടോ. ഇത് ഈ ജീവിതം എന്ന് പറയുന്നത് തുടങ്ങി അവസാനിക്കുന്നതിന് എടുക്കുന്ന കുറച്ച് സമയം കൂടെ ഉള്ളൂ ഇനി എല്ലാവർക്കും. ഇപ്പം തന്നെ പടർന്ന് പിടിച്ചിരിക്കുന്ന യുദ്ധം 3-ാം ലോക മഹായുദ്ധമാണോ എന്ന് സംശയമുണ്ട്. പലർക്കും പല പ്രവചനങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഒരു 3-ാം ലോക മഹായുദ്ധം വരുന്നുണ്ട്. 2 നമ്മൾ കണ്ടോളൂ, ഇത്തവരെയാണ്. എന്തുകൊണ്ടോ ആവാൻ ചെയ്തു. കാരണം അതിൽ ഒരു നിശ്ചയമില്ല. ഈ ശരീരം എത്ര കാലം ഇരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു നിശ്ചയമില്ലാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് സംഭവിക്കുക അല്ലേ? ഒരു ഭൂമി കുലുക്കം വന്നാൽ തീരാ, എന്തുവേണോ ആവാം. അപ്പം അങ്ങനെ ഇരിക്കുന്ന അനിശ്ചിതമായിരിക്കുന്ന ഈ ലോകത്ത് നമ്മൾ വേറെ ഒന്നുമല്ല ചെയ്യാനായിട്ട് അവർ പറയുന്നത്. തന്നെ ഉള്ളതുപോലെ അറിഞ്ഞ് മുക്തി കൈവരിക്കുക. താൻ ആത്മാവെന്ന് അറിയാനുള്ള യുക്തികളെ ഗുരു വേദാന്ത ശാസ്ത്രങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുക. ഈ മനസ്സും അതിൻ്റെ വ്യാപാരങ്ങളും ഇതിൽ വേറൊന്നായിട്ട് നിൽക്കുകയാണ്. താനല്ല, താനുമായിട്ട് ഇതിന് ബന്ധമില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും അതിനെ കാണുന്നവനായിട്ട് നിൽക്കുക. അതല്ലേ ആലമർ കടവുളാണ് അവയ്ക്കെല്ലാം സാക്ഷി നീയേ എന്ന് ഗുരുദേവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആരെ വിളിച്ചതിനെ സത്യം ചെയ്ത് ദക്ഷിണാമൂർത്തി മേൽ ആണായിട്ട് ഞാൻ പറയുന്നതാ, നീ ഇതെല്ലാത്തിനും നീ സാക്ഷിയായിട്ടിരിക്കുന്നവനാണ്, അല്ലാതെ ഇതുമായിട്ട് നിനക്കൊരു ബന്ധവുമില്ല. ഇതാണ് പറഞ്ഞത്. ഇത് വെച്ചുകൊണ്ട് അറിഞ്ഞ് ബോധമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ മതി. അപ്പം വിചാര പദ്ധതിയുടെ ഇത് തുടങ്ങിയിട്ട് അടുത്ത കൈവല്യമാണ്. കൈവല്യം തുടങ്ങി നല്ല രസമാണ്. അത് പഠിക്കുന്ന ഓരോ പദ്യം കാണാതെ പഠിച്ചു പോട്ടെ. ദേവാദേവ സർവജ്ഞ സച്ചിദാനന്ദ വിഗ്രഹമാരമണ ഭൂതീശ പ്രസീത കരുണാനിധേ കുമാരമണ ഭൂ